ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. കണ്ണാടിയിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ നമ്മുടെ മുഖം എത്ര നന്നായിട്ടും പ്രയോജനമില്ല. കണ്ണാടിയുടെ നേരെ മുഖം വെച്ചാലും അത് കാണുകയില്ല. അതിനാൽ കണ്ണാടിയുടെ നേരെ മുഖം വയ്ക്കണം എന്നത് ഒരു സത്യമാണ്. എന്നാൽ കണ്ണാടിയിൽ അഴുക്ക് പുരളാതെയും നോക്കേണ്ടതാണ്. അഴുക്കുള്ള കണ്ണാടിയാണെങ്കിൽ നമ്മൾ എത്ര മുഖത്തിൻ്റെ നേരെ വെച്ചാലും അവിടെ ഛായ പ്രതിഫലിക്കുകയില്ല. അതിനാൽ നമ്മൾ മുഖത്തിൻ്റെ നേരെ കണ്ണാടി വയ്ക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് കണ്ണാടിയിലെ അഴുക്ക് തുടച്ച് വൃത്തിയാക്കുക എന്നത്. അതുപോലെ ഒരു കവി പറയുകയാണ്, ദർപ്പണത്തിൽ പങ്കം ഉണ്ടായാൽ എപ്പുമാനും തന്മുഖം കാണില്ല, അപ്രകാരം മനോമാലിന്യമുണ്ടെങ്കിൽ ചിൽപ്രഭ കാണില്ല എന്നതോർക്കൂ. നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു പരമസത്യമാണിത്. ദർപ്പണത്തിൽ പങ്കം ഉണ്ടായാൽ, പങ്കം എന്നാൽ അഴുക്ക്, കണ്ണാടിയിൽ മുഴുവൻ അഴുക്കാണെങ്കിൽ നമ്മുടെ മുഖം ഒരിക്കലും അതിൽ തെളിഞ്ഞു കാണില്ല. ദർപ്പണത്തിൽ പങ്കം ഉണ്ടായാൽ എപ്പുമാനും തന്മുഖം കാണില്ല. ഏത് തരത്തിലുള്ള മനുഷ്യനായാലും ദർപ്പണത്തിൽ അക്കണ്ണാടിയിൽ അഴുക്കുണ്ടെങ്കിൽ ഏത് വലിയ മനുഷ്യനായാലും ചെറിയ മനുഷ്യനായാലും സുന്ദരനായാലും വിരൂപനായാലും കണ്ണാടിയിൽ കാണുകയില്ല, വ്യക്തമായി കാണുകയില്ല. അതാണ് ദർപ്പണത്തിൽ പങ്കം ഉണ്ടായാൽ എപ്പുമാനും തന്മുഖം കാണില്ല, അപ്രകാരം മനോമാലിന്യമുണ്ടെങ്കിൽ ചിൽപ്രഭ കാണില്ല എന്നതോർക്കൂ. ആ പരമാത്മാവിനെ നമുക്ക് കാണണമെങ്കിൽ നമ്മുടെ മനസ്സാകുന്ന കണ്ണാടിയിൽ അഴുക്കുണ്ടാവരുത്. ഇനി എന്താണ് മനസ്സിലെ അഴുക്ക് എന്നതല്ലേ? ദേഷ്യം, പക, അസൂയ, പ്രതികാരം, മതം, മാത്സര്യം, അസൂയ, ഇതൊക്കെ അതിൽ പെടുന്നതാണ്. കാമ, ക്രോധ, മത, മത്സര്യം, അഹങ്കാരം, ഡംബ്, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന അഴുക്കുകളാണ്. അതുകൊണ്ട് മനസ്സ് പലരുടേതും ഒരു ചവറ്റുകൊട്ട പോലെയാക്കി ചീഞ്ഞ് നാറാൻ തുടങ്ങുന്നതാണ് പുറത്തേക്ക് ഒഴുകുന്നത്. അപ്പോൾ അവരുടെ സാന്നിധ്യം മറ്റുള്ളവർ ഇഷ്ടപ്പെടുകയില്ല. ക്ഷിപ്രകോപിയായിട്ടുള്ള ഒരാളോട് അടുക്കാൻ എല്ലാവരും ഭയപ്പെടും. താപസനായിട്ട് പോലും ദുർവാസാവിനെ കാണുമ്പോൾ എല്ലാവരും ഓടിയൊളിക്കും. അങ്ങനെ കണ്ടപ്പോൾ ദുർവാസാവിന് വല്ലാത്ത ഒരു വിഷമം. എന്നെ കാണുമ്പോൾ എല്ലാവരും ഓടിയൊളിക്കുകയാണല്ലോ. അതേ സമയത്ത് എല്ലാവരോടും സൗമ്യമായി എല്ലാവരെയും തുല്യമായി കണ്ടുകൊണ്ട് തന്നെപ്പോലെ എല്ലാവരെയും സ്നേഹിക്കുന്ന മനോഭാവമാണ് വസിഷ്ഠ മഹർഷിക്കുള്ളത്. ആ വസിഷ്ഠനെ എല്ലാവരും ഇഷ്ടപ്പെടും. എന്നാൽ ദുർവാസാവിനെ കാണുമ്പോഴേക്കും എല്ലാവരും ഓടിപ്പോകും. അങ്ങനെ സൃഷ്ടാവായിരിക്കുന്ന ബ്രഹ്മദേവൻ്റെ അടുത്ത് ദുർവാസാവ് ചെന്നിട്ട് ഒരു പരാതി കൊടുത്തു. ഭൂമിയിൽ എന്നെ കാണുമ്പോൾ എല്ലാവരും ഓടിയൊളിക്കുന്നു, വസിഷ്ഠനെ കാണുമ്പോൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളിൽ ആരാണ് മഹാൻ എന്ന് അങ്ങൊന്ന് പറയണം, എനിക്കെന്തിൻ്റെ കുറവാണുള്ളത്? അപ്പം ബ്രഹ്മദേവൻ നമുക്കൊരു മത്സരം നടത്താം, ആരാണ് മഹാൻ എന്നത്. അങ്ങനെ ഭൂമിയിൽ ചെന്ന് 101 ആളുകളുടെ തന്നേക്കാൾ കഴിവില്ലാത്ത 101 ആളുകളുടെ കാല് കഴുകി ആദ്യം വരുന്നത് ആരാണോ അവരാണ് മഹാൻ എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. ഉടനെ സന്തോഷമായി. 101 അല്ല 1001 ആളെ വേണമെങ്കിലും ഞാൻ കഴുകും എന്ന നിലയിലാണ് ദുർവാസാവ് ഭൂമിയിലെത്തിയത്. അതേ സമയത്ത് ബ്രഹ്മദേവൻ വസിഷ്ഠനെ വിളിച്ചു വരുത്തി
ദാ ഇങ്ങനെ ഒരു മത്സരമുണ്ട്, അതിൽ നീ പങ്കെടുക്കണം. പിതാവേ, എനിക്ക് മത്സരത്തിൻ്റെ ആവശ്യമില്ലല്ലോ. എന്നേക്കാൾ മഹാനായിരിക്കുന്നത് ആ ദുർവാസാവ് മഹർഷി തന്നെയാണ്. പക്ഷെ അതുപോരാതെ അദ്ദേഹത്തിനെ ഒന്ന് തെളിയിച്ചു കൊടുക്കണം എന്ന്. അതുകൊണ്ട് ഈ മത്സരത്തിൽ പങ്കെടുത്തേ പറ്റൂ എന്ന് നിർബന്ധിച്ച് മത്സരത്തിൻ്റെ വിഷയം കൊടുത്തു. തന്നെ കഴിവ് കുറഞ്ഞ 101 ആളുടെ കാല് കഴുകി ആദ്യം വരുന്നയാൾ ആണ് മഹാൻ. ഇത് കേട്ട് നേരെ വസിഷ്ഠൻ ഭൂമിയിൽ വന്നു. അദ്ദേഹം ഓരോ മനുഷ്യൻ്റെയും കാല് കഴുകാൻ നോക്കുമ്പോൾ എല്ലാവരും തന്നെക്കാൾ മഹത്വം ഉള്ളവരാണ്. എല്ലാവരിലും അദ്ദേഹം മഹത്വം ദർശിക്കുന്നു. എന്നേക്കാൾ മഹത്വം കുറഞ്ഞ ഒരാളെയും അദ്ദേഹം കണ്ടില്ല. ആരെയും കാല് കഴുകാൻ കിട്ടാത്തതിനാൽ അദ്ദേഹം ദുഃഖിതനായിരിക്കുന്നു. അപ്പോൾ ഭാര്യ പറഞ്ഞു, അങ്ങ് വിഷമിക്കേണ്ട, എന്താണ് കാര്യം പറയൂ. കാര്യമൊക്കെ ഭാര്യയോട് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, അങ്ങ് എൻ്റെ പാദം കഴുകിയിട്ട് മത്സരത്തിൽ പങ്കെടുക്കൂ. ദുർവാസ മഹർഷി ആവട്ടെ ആ കാണുന്ന ആളുകളെ മുഴുവൻ നോക്കുമ്പോൾ അവരൊക്കെ തന്നെക്കാൾ താനൊരു താമസനല്ലേ, തനിക്ക് അസാധ്യമായിട്ട് എന്താ ഉള്ളത്. അദ്ദേഹത്തെ കണ്ടപ്പോൾ എല്ലാവരും ഓടുന്നു. ഓടുമ്പോൾ അവരെ ആട്ടിപ്പിടിച്ച് അവരുടെ കാല് കഴുകിയിട്ട് അദ്ദേഹം 101 പേരെ സെക്കൻഡുകളെ കൊണ്ട് കാല് കഴുകി ബ്രഹ്മസദസ്സിലെത്തി. വളരെ പിന്നാലെ ദുഃഖിതനായിക്കൊണ്ടാണ് വസിഷ്ഠ മഹർഷിയും ചെന്നത്. ഇത് കണ്ട് ആദ്യം എത്തിയത് ദുർവാസാവാണ്. കണ്ടില്ലേ, അയാൾക്ക് ആളെ കിട്ടിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് അയാൾ വിഷമിക്കുന്നത് എന്ന് ദുർവാസാവ് ഉള്ളാലെ തോന്നുകയും ബ്രഹ്മദേവൻ്റെ അടുത്ത് വന്ന് വസിഷ്ഠ മഹർഷി പറയുകയാണ്, മഹർഷി, എൻ്റെ ഭാര്യ എന്നേക്കാൾ മഹിമയില്ലാത്ത ആളാണോ? എന്താണ് എൻ്റെ ഭാര്യയ്ക്ക് എന്നേക്കാൾ കൂടുതൽ കഴിവ് കുറവുള്ളത്? എൻ്റെ ഭാര്യയിലും ഞാൻ എന്നെപ്പോലെ കഴിവാണ് കാണുന്നത്. എന്നെപ്പോലെ എല്ലാവരെയും കണ്ട് ഞാൻ സ്നേഹിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ആരുടെയും കാല് കഴുകാൻ സാധിച്ചില്ല. എൻ്റെ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ അവരുടെ ഈ പാദം കഴുകി ഇവിടെ എത്തിയത്. എനിക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ഒട്ടും താല്പര്യമില്ല. എന്നേക്കാൾ മഹാൻ ദുർവാസാവ് മഹർഷി തന്നെയാണ് എന്ന് അംഗീകരിച്ചാലും എന്ന് പറഞ്ഞു. വസിഷ്ഠ മഹർഷിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ ദുർവാസാവിന് കാര്യം മനസ്സിലായി. അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് ബ്രഹ്മദേവനോട് പറഞ്ഞു, ബ്രഹ്മദേവ, എന്നേക്കാൾ മഹാൻ വസിഷ്ഠ മഹർഷി തന്നെയാണ്. എന്തുകൊണ്ടാണ് ജനങ്ങൾ എന്നെ കാണുമ്പോൾ ഓടിയൊളിക്കുന്നതെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എൻ്റെ തെറ്റ് തിരുത്തി ഞാനിനി നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി തീരാൻ ആഗ്രഹിക്കുന്നു എന്നൊരു കഥയുണ്ട്. അതുപോലെ ദർപ്പണത്തിൽ പങ്കം ഉണ്ടായാൽ എപ്പുമാനും തന്മുഖം കാണില്ല. അപ്രകാരം മനോമാലിന്യമുണ്ടെങ്കിൽ ചിത്രഭ കാണില്ല. സത്യം തന്നെ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ.